ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. തിരുനാളില് ഈശോ എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടുമായിട്ട് പറയുന്ന വചനമായത്. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം ഈശോ നമ്മയും നോക്കി പറയുന്നുണ്ട്. മോനെ, നിന്റെ ജീവിതത്തില് നിനക്ക് ദാഹമുണ്ടെങ്കിൽ നീ എൻ്റെ സന്നിധിയിൽ വന്ന് കുടിച്ച് ആശ്വാസം നേടുക. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ വചനം നമ്മൾ പാലിക്കാറില്ല, അല്ലെ? നമ്മളെപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടുന്നത് ദൈവസന്നിധിയിലല്ല. കൃത്യമായിട്ട് വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിന്റെ ദാഹം മാറണമെങ്കിൽ, നിന്റെ പ്രയാസം മാറണമെങ്കിൽ, നിന്റെ ജീവിതത്തില് സന്തോഷം ഉണ്ടാകണമെങ്കിൽ, ആശ്വാസം ഉണ്ടാകണമെങ്കിൽ നീ എൻ്റെ സന്നിധിയിൽ വരണം. എൻ്റെ സന്നിധിയിൽ വരാതെ നിനക്കൊരിക്കലും ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. കൃത്യമായിട്ട് എൻ്റെ ഈശോ എന്നോട് പറയുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആശ്വാസം തേടി ഓടുകയല്ലേ? പല വ്യക്തികളുടെ പക്കലേക്ക് പോകുന്നുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മളൊക്കെ ഓടുകയാ. എന്തിനാ? എൻ്റെ ജീവിതത്തില് എനിക്ക് ആശ്വാസം വേണം, എൻ്റെ ജീവിതത്തില് എനിക്ക് സന്തോഷം വേണം, എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും കടന്നു പോകണം. ഈ ഒരേ ലക്ഷ്യത്തോടു കൂടി അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി. പക്ഷേ ദൈവസന്നിധിയിൽ വരാനായിട്ട് എനിക്ക് ദൈവത്തിൽ നിന്ന് ആശ്വാസം നേടുന്നതിനേക്കാൾ ഉപരി മറ്റു പലരിലും ആശ്വാസം കണ്ടെത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. സ്നേഹമുള്ളവരെ, എത്ര ഓടിയാലും ഒരിക്കലും നിനക്ക് ആശ്വാസം കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാ ഈശോ പറയുന്നത്, നിന്റെ ആശ്വാസം എന്ന് പറയുന്നത് ഞാനാണ്. നീ എൻ്റെ സന്നിധിയിൽ വന്ന് എന്നോട് പ്രാർത്ഥിച്ചാല്, വിശ്വാസത്തോടുകൂടി നീ ചോദിച്ചാല് നിനക്ക് ആശ്വാസം ലഭിക്കും, നിന്റെ ദാഹം മാറും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഒരു ആശ്വാസം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവസന്നിധിയിലേക്കാണോ ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ ഞാൻ ഓടുന്നത്? അതോ പല വ്യക്തികളുടെ പക്കലേക്കോ ഈ ലോകത്തിന്റെ പല ശക്തികളുടെ പിന്നാലെയാണോ ഞാൻ ഓടുന്നത്? ഓടുന്നതെങ്കിൽ സ്നേഹമുള്ളവരെ, ഒന്ന് തിരിച്ചറിയുക, നമുക്കൊരിക്കലും ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ ഈ വചനത്തില് അടിയോച്ച് വിശ്വസിക്കുവാനായിട്ട്, അവന്റെ സന്നിധിയില് വിശ്വാസത്തോടു കൂടി കടന്നു വരുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദാഹങ്ങളും മാറ്റി ആശ്വാസം നേടുവാനായിട്ട്, ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.